ഇവിടെ ഇങ്ങോട്ട് വയ്ക്കുന്നു, ഇവിടെ കേരളത്തിന് പോകാൻ അടികൾ കയ്യെടുക്കുന്നു. ഇവിടെ വഴിയില്ലേ, മനുഷ്യമാട്ടാണ് റേറ്റ് കള്ളനുണ്ട്. അഞ്ചാവളായിട്ട് ചെറിയ പോലീസ് വരുമ്പോൾ പിന്നെ എന്തിനാണ് നിങ്ങളെ കൊണ്ടുവരുന്നത്? ഇരിക്കാൻ പറ്റിയ അല്ല അപ്പുറത്ത് കൊണ്ടുപോ അടിപൊളിയാവൂലേ. നേരെ പുഴയിൽ പോയി ചാടിക്കോട്ടെ. വീഡിയോ ഞാൻ ജീവണ കിട്ടില്ലേ, ലൈവ് സാധനമാണത്. പോകാണ്ട് പോക പോലെയൊക്കെ ഉണ്ട്, അത് രാവിലെ കഴിച്ചെടുത്തോ. ഒരു ഭ്രാന്തന്റെ ഒരു ഭ്രാന്തന്റെ ജീവിതം. അങ്ങോട്ട് പോടാ, അങ്ങോട്ട് മൊന്തറുള്ളിക്ക്. എന്തോ മൊന്തറുള്ളിക്ക് പോകുന്നുണ്ട്. മൂർഖമാമുണ്ട് നോക്കാതെ. വണ്ടിയും ചായ എടുത്തില്ലേ മണ്ടന്മാരെ? സുഹൃത്തുക്കളെ, രഘുവേട്ടന് കുടിക്കാൻ വേണ്ടിട്ട് പുഴയ്ക്ക് വന്നാണ്. വളരെ ദുർഘടമായ വഴിയിലും എത്തി. ഇതാണ് തണ്ടന്റെ ഇതുള്ള പുഴയിലെ കുറച്ച് മണൽ നീക്കുന്ന ആവശ്യമാണ് ഇവിടുത്തെ തടയണമുള്ള സംഭവം. കാരണം നോക്കിയത് പുഴയിലിപ്പോ ഈ തടയണ പകുതിയോളം മണലാണ് നിൽക്കുന്നത്. മണലുണ്ട്. മണലുകൾ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ വെള്ളം സംശയമാണ്. വെള്ളം കുറച്ചുകൂടി മണലെടുത്ത് മാറ്റണം എന്നുള്ളത് നമുക്ക് ശാസ്ത്രീയമായിട്ട് അറിയില്ലെങ്കിലും നമ്മൾ ഈ രൂപം പുഴപ്പുറത്ത് ഘടന കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അതാണ് കുറച്ചുകൂടി വെള്ളം സേവ് ചെയ്യണം. മണലെടുക്കുമ്പോൾ അവിടെയൊക്കെ മണൽ കൂനകളാണ് കാണുന്നത്. കിളികളിരിക്കുന്ന ഭാഗത്ത് എല്ലാം മണൽ, വലിയ മണൽ കൂനകളാണ്. ആ മണൽ കൂനകൾ തെട്ടുകളൊക്കെ നിരത്തുക. ഈ പുഴ തീരൊക്കെ നല്ല മരങ്ങളാൽ നിറഞ്ഞു നിൽക്കണം. അതൊക്കെ സംരക്ഷിക്കണം. അതോടൊപ്പം പുഴയുടെ സൗന്ദര്യവൽക്കരണം നടത്തുന്നത് നല്ലതായിരിക്കും. ഈ പ്രദേശത്തെ ജനങ്ങൾ ധാരാളം അവിടുന്ന് മാറുന്നു. ഇത് ബാക്കിലേക്ക് വരുന്നു.
ഈ ഒഴുക്കിലേക്ക് ഇങ്ങോട്ട് ഒഴുകി ഈ പുഴ ഇങ്ങനെ ആഴുണ്ടാവും. ഇപ്പോൾ ഇവിടെ തുറന്നേക്കല്ലേ, ഷട്ടർ തുറന്നേക്കല്ലേ, അതുകൊണ്ടാണ് ഷട്ടർ ഇട്ടോടത്ത് കുഴപ്പമുണ്ടാവില്ലേ. എവിടെയാണുള്ളത്? ഷൊർണൂർ അല്ല ചെറുതുരുത്തി തടയണ അവിടെയാണുള്ളത്. നല്ല മനോഹരമായ ലൊക്കേഷനാണ്. അയ്യോ കുളം പാലുണ്ട് ചാടിക്കണം. അവൻ ഭാരതപ്പുഴ നശിപ്പിച്ചു. ഇവിടുത്തെ വീഡിയോ കഴിഞ്ഞു ഗൈസ് അത്ര ഗൈസ്. അയ്യോ അതാ കളിമണ്ണ് ഗൈസ്. ദീപക്കിന്റെ തലയിൽ നിന്ന് എങ്ങനെ തെറിച്ചു പോയതാണ്. വളരെ മനോഹരമായ സ്ഥലമാണ് ഗൈസ്. പക്ഷെ ഇങ്ങോട്ട് വരണമെങ്കിൽ ഈ കാട് കടന്ന് വരണം. ഫുൾ കാടാണ് ഇതിന്റെ ഐശ്വര്യം. അതെ കാട്ടിലൂടെ ഒരു യാത്ര. അയ്യോ കാട് ആ വായോ എന്തിനീ ക്രിസ്മസ് ആഘോഷിക്കാൻ. ഇതാ കാടാണ് ഗൈസ്, ഫുൾ കാട് പുൽക്കാട്. രാജൻ ബമ്പാലൊന്നും ഇവിടെ ഉണ്ടാവും. ഇത് കൂടെ ഇറങ്ങാറുന്നു കേട്ടോ, ഇത് കൂടെ ഇറങ്ങായിരുന്നു. ഇറങ്ങാനുള്ള വഴി ആ പറഞ്ഞ പോരെ. ആ പോവാ. അത് ഞാൻ അയ്യോ കല്ല്. വേറൊരു വഴി കണ്ടു ഗൈസ്. പക്ഷെ എങ്ങനെ പോകും ഗൈസ്? അവിടെ തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇതാ ഈ സാധനം ഗൈസ്. ഇതെന്താ ഇതിന്റെ പേര്? അയ്യോ കുഴി. ഇത് ഇവിടെ കാല് വെക്കാൻ ഗ്യാപ്പുണ്ടോ നോക്കട്ടെ. ആ കിട്ടും. ഇഷ്ടിക കുറെ ഇഷ്ടിക ഉണ്ടല്ലോ ഇവിടെ. ഇഷ്ടിക കച്ചവടം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ലാസ്റ്റ് പുഴയിലേക്ക് ഇറങ്ങി ഗൈസ്. ഈ വെള്ളത്തിൽ നീരാടാൻ പോവുകയാണ് ഗൈസ്. ആര് നീരാടും? എന്ത് സാധനമാണ്? പുഴയിലേക്ക് പോവാല്ലേ. വായോ ഷൂ ഊരിയിട്ട് വാടോ. വാടാ അത്ര താഴെ അതിനെ വന്നതേ പാഴം കുറവാ. ഞങ്ങളൊക്കെ വെള്ളത്തിൽ കൂടെ വന്നു ഗൈസ്. ദാവൻ വരുന്നില്ല ഗൈസ്. പായല പൂക്കലോ. പായലേ വിട പൂപ്പലേ വിട ഭാരതപ്പുഴയിൽ നിന്നും വിട. ഓടാ ആ പ്രാന്ത കല്ലെടുത്തെറിയാണ് ഗൈസ്. നാറാണത്തെ പ്രാന്തന്റെ വകയിലെ ആരാണ്? മരങ്ങോടൻ. കുറേ പ്ലാസ്റ്റിക് കുപ്പികളുണ്ട്. പോയാടാ അവിടെ. ഇതാ കൃഷ്ണൻ ഇതാ കൃഷ്ണൻ കിടക്കുന്നു. കൃഷ്ണൻ ഇതിലെന്തുണ്ട്? എന്താ കല്ലുമ്മക്കായോ? കടിക്കോ? അത് അയ്യതിലൊന്നുമില്ല. പറ്റിച്ച് മനസ്സിൽ അതെ. ഒഴുക്കില്ലാത്ത പാത്രം കുളിച്ചാൽ മതി. വീഡിയോ ഓഫ് ചെയ്യാം.
ആ ചാടിക്കും ചാടിക്കും. പൈസ വലിയ മീൻ കിട്ടും. നമുക്ക് നോക്കാം. എന്ത് ആൾക്കാർ വരുന്നു? ആ ആൾക്കാർ വരും. അയ്യോ ഒഴുക്കുണ്ട് ഒഴുക്കുണ്ട്. നല്ല ഒഴുക്കില്ലെങ്കിൽ ഒഴുക്കുണ്ട്. നല്ല അടിപൊളി കണ്ണുകളാം. അയ്യോ. അപ്പോൾ നമ്മളിന്ന് ഭാരതപ്പുഴയാണ് കാണാൻ വന്നത്. ഭാരതപ്പുഴയുടെ തടയാനുള്ള ഭാഗമാണ്. തടയാനുള്ള ഭാഗം. പക്ഷേ ഇങ്ങോട്ട് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ വരും. പക്ഷേ അവിടെ ഫുള്ള് കാടും ഇതൊക്കെ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ വരണം. അത് നമ്മുടെ മുതലാളി. അയ്യ, ഇതാ പുഴയിൽ നമുക്ക് ഒരു സ്റ്റൂള് കിട്ടി. സ്റ്റൂള് ഇതെടുത്തിട്ട് വീട്ടിൽ പോയാലോ? അല്ലേ വേണ്ട, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായി. പുതിയ സ്റ്റൂളാണല്ലോ. സ്റ്റൂളല്ല, ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ്. നമുക്ക് എടുത്താലോ? എടുത്തുകൊണ്ട് പോവല്ലേ? ആ ഒരു വെള്ളാരങ്കല്ല് കിട്ടി നമുക്ക് ഇവിടെ വന്നതിന്. ആ സ്റ്റൂൾ ഞാൻ എടുത്തിട്ടില്ല, അതിന് വേറൊരു കല്ലെടുത്തു. മലയാളിയുടെ ജ്ഞാനസ്ഥാനം കഴിഞ്ഞു. ജ്ഞാനസ്ഥാനമല്ല, പുളി കഴിഞ്ഞു. താ പോണു അല്ലേ ഇറങ്ങി ഉടനെ ഇറങ്ങി. അത് അവിടെ വലിയ ആഴുണ്ട് കേട്ടോ. ഇതിനല്ലേ മിസ്റ്റർ ദീപക്കം, ദീപക്കം ചാഞ്ചക്കം എന്ന വഴി കൂടെ പോവാ. എന്ന വഴി അറിയില്ല ഗൈസ്, പക്ഷെ ഞങ്ങൾ പോകുന്നുണ്ട്. അയ്യോ എടുക്കുന്നുണ്ട് കേട്ടോ അവിടെ. ഹോയ് ഹോയ്. അയ്യോ ഇവിടെ എടുക്കും കൂടുതലാ, അല്ല ആഴം കൂടുതലാ. ആണ് ആഴുണ്ട്. വെള്ളത്തിൽ വീണാൽ പോയി. ആര് മൊബൈൽ പോയി. ഇത് കഴിഞ്ഞു. ഇത് പാട്ടിട്ട് കഴിഞ്ഞിടയ്ക്ക് ഇവിടെ ഉള്ളൊരു ഇവിടെ വന്നെടുത്തോ. പ്ലാസ്റ്റിക് ഉണ്ടോ? അയ്യോ, ആ ഇതിപ്പോ ആ വഴിയൊക്കെ ഒന്ന് തന്നെ. അയ്യോ, ഇതല്ലേ അടുത്തുണ്ട്.
അടുത്തിട്ട് ആരത് നമ്മൾ മടങ്ങുകയാണ് ഗൈസ്. മടക്ക യാത്ര. ഈ വെക്കനെ അവിടെ എവിടെയും കൊണ്ടേ കളയി. അതാണ് ബൈക്ക്. അതാ മൊന്തേന്ന് മുതലാളി കയറി വരുന്നു ഗൈസ്. ദീപക്കിനെ കാണാനില്ല, നാളത്തെ പത്രത്തിലിട. അതാ വരുന്നുണ്ട് വരച്ചേ. അപ്പോൾ ബൈക്ക് ഇതുവരെ വരുള്ളൂ. തിരിക്കണമെങ്കിൽ കുറച്ച് മടിയാണ്. പിന്നെ ചെറിയൊരു കുഴിയാണ് ഇവിടെ. കുഴിയിലൂടെ ചാടി വരിക. ബൈക്ക് തിരിക്കുക, പോവുക. ഇതാണ് ഗൈസ് പുഴ. അയ്യോ എങ്ങനത് പോണത്? അയ്യോ ഭയങ്കര റിസ്കി പോക്കാം. അയ്യോ വണ്ടി ഓഫായി. ഈ കാട് ഫുള്ളും അയ്യോ കാടാണ് ഗൈസ്. ഇവിടെ കാടാണ്, കാടും വീടും. അയ്യോ കാട് 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 കാട്. കാട്ടിലൂടെ ഗൈസ് ഞങ്ങൾ പോകുന്നു ഗൈസ്. അയ്യോ അയ്യോ കാട് കാട്. പോട്ടെ ഗൈസ്, പോയിക്കോ ഗൈസ്. ഇതാണ് ഗൈസ് കാട് ഗൈസ്. ആ പോണ് ഗൈസ്, അവൻ പോന്നു ഗൈസ്. നമ്മൾ പോകുന്നു ഗൈസ്. നമ്മൾ സിമ്പിളായി പോകുന്നു ഗൈസ്. അയ്യോ അവൻ്റെ ബാക്കിൽ കൊണ്ടു അടിക്കും. അയ്യോ എൻ്റെ തലയിൽ ഹെൽമെറ്റില്ല ഗൈസ്. പക്ഷേ അത് പുഴയിലാണ്, റോഡിലേക്ക് ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് പിന്നെ വലിയ വിഷയമില്ല. റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ഹെൽമെറ്റ് വെക്കേണ്ടി വരും. അയ്യോ അങ്ങനെ ഒരു വിധത്തിൽ ഈ കാടും മലയും കടന്നു വന്നു ഗൈസ്. വീടാ വീട്, അത് മനല്ലേ അല്ലേ? ചാട്ടുന്നു